പല തലങ്ങളിലേക്കാണ് ഓരോ എഴുത്തുകാരും അവരുടെ എഴുത്തുകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വാർത്താ പെരുമഴയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ഓഫീസിൽ നിന്ന് നമ്പർ വിളിച്ച നമുക്ക് 51 മാസം കൊണ്ട് ഒരു ക്ഷേത്രം കുച്ചു വളർന്ന് വരെ. എവിടെയാണത് സംഭവം? എവിടെയാണത്? സ്ഥലം പുതുക്കളങ്ങര മാണിക്യപുരം നെല്ലിക്കുഴി. തിരുവനന്തപുരം ജില്ലയിലാണ്. ഉഴമലയ്ക്കൽ തിരുവനന്തപുരം ജില്ലയിലല്ലേ? ആര്യനാട് ഭാഗത്തല്ലേ ഉഴമലയ്ക്കൽ? അതെ അതെ അതെ. എന്താണ് സംഭവം, പറയൂ. സംഭവം 51 മാസം കൊണ്ട് കുറ്റി ദുർഗാദേവി നാഗർ രൂപങ്ങൾ പല രൂപങ്ങളാക്കി ഈ മണ്ണ് കുറ്റി വളർന്നു വന്ന് അതിന് പൂജാ കാര്യങ്ങൾ കൊടുത്തു വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരാൾ വന്ന് ഇവിടെ മീഡിയ ഇത് വിളിച്ചറിയിച്ചാൽ അവര് വന്ന് കണ്ട് പരസ്യം ടിവിയിലോ വാർത്തകളൊക്കെ കൊടുക്കും. അത് ക്ഷേത്രത്തിന്റെ പകരം ആക്കി വെച്ചിട്ടുണ്ട്. പണി ചെയ്യാനേ ഉള്ളൂ. അതിന് നമുക്കത് ചെയ്യാം. അതൊരു വിശേഷമായ ഒരു സംഭവമാണ്. പല സ്ഥലത്തും ഇത്തരത്തിൽ ഒരു സവിശേഷതകൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ പ്രദേശത്ത് കണ്ട ആ ഒരു സവിശേഷതയും ലോകത്തെ അറിയിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയിക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. ഓക്കെ, ഞങ്ങളത് നോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടറും ക്യാമറാമാനും അവിടെ വരും. ഈ സംഭവം ജനങ്ങളെ അറിയിക്കാൻ അത്തരം വിശേഷത അല്ല. അതെ അതെ, ഈ ഒരു അത്ഭുതം ലോകത്തെ അറിയിക്കാൻ ഞങ്ങളും നിങ്ങളൊപ്പം ഉണ്ടാവും. അത് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ ഈ കോണ്ടാക്ട് നമ്പറിൽ ഞങ്ങൾ വിളിക്കും. വിളിച്ചിട്ട് നിങ്ങളെ ആ സമയം അനുസരിച്ച് ഞങ്ങളുടെ ടീം അവിടെ എത്തും. എന്താണ് പേരും കൂടി ഒന്ന് പറയാവോ? എന്റെ പേര് ശ്രീധരൻ നായർ. നെല്ലിക്കുഴി ശ്രീ ദുർഗാ നാഗർ ക്ഷേത്രം. അതാണ്. ഓക്കെ. ശരി, എന്നാ വിളിച്ചതിന് നന്ദി. ഓക്കെ. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളിപ്പോൾ വായനയുടെ ലോകത്ത് വായനയെക്കുറിച്ച് പറയുമ്പോഴും പുതിയൊരു കോൾ എടുത്തോളൂ. ഹലോ, VMTയുടെ വാർത്താ പെരുമഴയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? എന്റെ പേര് ബാബു എന്നാണേ. ബാബു, പറഞ്ഞോളൂ. ഞാൻ വിളിച്ചത് വെഞ്ഞാറമൂട് ഭാഗത്ത് വണ്ടി ബ്ലോക്ക് എന്ന് പറഞ്ഞ വെഞ്ഞാറമൂട് ജംഗ്ഷനിലെ മണിക്കൂറോളം ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു മേൽപ്പാലം അനുവദിച്ചായിരുന്നു മുമ്പ്. പക്ഷെ അതിനെ കുറിച്ച് ഇപ്പൊ ഒരു അനക്കവും ഇല്ല. ബാബു എവിടുന്നാ വിളിക്കുന്നത്? വെഞ്ഞാറമൂടോ? വെഞ്ഞാറമൂട്. മേൽപ്പാലം എന്നാണ് അനുവദിച്ചത്? അവിടെ ഏത് സർക്കാരിന്റെ കാലത്താണ്? ഈ CPM കഴിഞ്ഞ സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ 1ാം കാലഘട്ടം. അപ്പോ PWD-കാരാണ് അത് അനുവദിച്ചത്. അപ്പൊ പിന്നീട് എന്താണ് ഉണ്ടാകുന്നുള്ളത്? അവിടുത്തെ MLA-യുമായി ബന്ധപ്പെട്ടായിരുന്നോ? MLA ആയിട്ട് ബന്ധപ്പെട്ടു. അവിടെ ഉടനെ നടക്കുമെന്ന് പറഞ്ഞ് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഒരു അനക്കവും ഇല്ലാത്തൊരു. ഇല്ല, അവിടുത്തെ MLA DK മുരളി സാറല്ലേ? അതെ. അപ്പൊ മുരളി സാറുമായി ഞങ്ങൾ ബന്ധപ്പെടും, BMTV ബന്ധപ്പെടും. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഒരു സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ MLA-യുമായി നിരന്തരമായി കോണ്ടാക്ട് ചെയ്യണം. കാര്യം ഒരു ജനങ്ങളുടെ ഒരു പൊതു ആവശ്യമാണത്. അപ്പോൾ അങ്ങനെ ഒരു ബഡ്ജറ്റിൽ അനുവദിച്ച കാര്യം എന്താണ് നീണ്ടുപോകുന്നതെന്ന് ബന്ധപ്പെടുക. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് MLA-യും പൊതുമരാമത്ത് വകുപ്പിൻ്റെ അധികൃതരുമായി ബന്ധപ്പെട്ട് അതിലുണ്ടാകുന്ന കാലതാമസം എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. നിങ്ങളുടെ പരിപാടിയിലേക്ക് വിളിച്ചതിന് നന്ദി. അപ്പോൾ ഇപ്പോൾ വെഞ്ഞാറമൂട് സ്വദേശി ബാബു ആണ് വിളിച്ചതല്ലേ? അവിടുത്തെ ആ ഒരു ബ്ലോക്ക് രാവിലെയൊക്കെ ആ ഒരു ബ്ലോക്ക് സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂള് തുറന്ന ഒരു സമയമാണ്. സ്കൂൾ കുട്ടികളൊക്കെ വളരെയധികം രാവിലെ മുതലേ യാത്രാ ദുരിതം നേടും. അവിടെ ഒരു കൺജസ്റ്റഡ് ഏരിയയാണ്, നമുക്കറിയാം, നമ്മളതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് PWD അധികൃതരുമായി ബന്ധപ്പെടണം. ഇദ്ദേഹം ബാബു വിളിച്ച ഈ കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി
നമുക്കിവിടെ നൽകേണ്ടിയും വരും. അതെ അതെ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് എന്താണ് ആ ഒരു വിവരങ്ങളെന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് അതിന്റെ മറുപടി അടുത്ത ദിവസം തന്നെ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാലവർഷം എത്തി നിൽക്കുന്നതാണ്. ഇപ്പോൾ പുതുതായിട്ട് ഇന്ന് പുറത്തു വന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നാളെ മുതൽ കാലവർഷം സജീവമാകും എന്നുള്ളതാണ്. ഇന്ന് തന്നെ പല സ്ഥലങ്ങളിലും മഴ അതിശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാലവർഷം ശക്തിപ്പെടും. പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ഈ കാലവർഷം എന്ന് പറയുമ്പോൾ മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒട്ടേറെ പേര് ആകെ വിഷമകരമാണ്. കാരണം തിരുവനന്തപുരത്ത് മഴ ഒരു ദിവസം പെയ്താൽ വെള്ളപ്പൊക്കം വരെ ഉണ്ടാകുന്ന ഒരു ഭയാനകമായ അവസ്ഥയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ ചർച്ചകൾ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്, അല്ലേ? പല ജില്ലകളിലും യെല്ലോ അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തീരപ്രദേശത്തുള്ളവർക്കും ഒരു താഴ്ന്ന പ്രദേശത്തുള്ളവർക്കുമാണ് ഈ ഒരു ബുദ്ധിമുട്ട്. മഴ പെയ്യുമ്പോൾ ഈ ഒരു ചൂടാണെങ്കിലും ആ ഒരു മഴ സമയത്ത് അവർക്ക് ഭയാനകമായിട്ടുള്ള ചില ഓർമ്മകളും വെള്ളക്കെട്ടും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഒക്കെ വളരെയധികം തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത് ഈ മഴക്കാലത്താണ്. റോഡിൽ പോലും അധികം വെള്ളം കെട്ടി നിൽക്കുമ്പോൾ യാത്രക്കാർക്കും ഈ വാഹനം ഓടിക്കുന്നവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം. അപ്പം നമുക്ക് അത്തരം കാര്യങ്ങളിൽ ഇതൊരു വലിയൊരു ദുരിതം, തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരിതമാണ്. അത്തരം അഭിപ്രായങ്ങളും പിന്നെ അതുമായി ബന്ധപ്പെട്ട പരാതികളും നമ്മുടെ മുന്നിലേക്ക് എത്തും. അപ്പം അതിനും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ, നിങ്ങളുടെ ഒരു പരാതികളും എന്തായാലും ഞങ്ങളെ ഈ ഒരു വാർത്താ പരിമഴ എന്ന പരിപാടിയിൽ വിളിച്ചറിയിക്കേണ്ടതാണ്. ഓക്കെ, മാത്രമല്ല വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തയുണ്ട്. ക്ഷേത്രത്തിൽ തീ പിടിച്ചപ്പോൾ തീ അണയ്ക്കാൻ ഓടിയെത്തിയത് മുസ്ലിം യുവാക്കളാണെന്നുള്ള ഒരു വാർത്തയാണ്. സ്ഥലം മലപ്പുറം തിരൂരിലെ വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിന് തീ പിടിച്ചപ്പോഴാണ് ഇത്തരം ഒരു മുസ്ലിം യുവാക്കള് അവിടെ സഹായിക്കാൻ വേണ്ടി ചെന്നത്. അപ്പൊ ഈ ഒരു മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ആ ഒരു അവസ്ഥ പറയുമ്പോഴും കേരളത്തിൽ അത് മലപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാക്കുക എന്നുള്ളത് ആ ഒരു മതസൗഹാർദ്ദത്തെ കൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതെ അതെ, പ്രത്യേകിച്ച് ഈ സംഘർഷഭരിതമായ ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിലൊക്കെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇത്തരം വാർത്തകളൊക്കെ വലിയ ആശ്വാസകരമായ ഒരു സംഭവങ്ങളാണ്. അതിനെ ഏറെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതെ, മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വാർത്ത ഇന്ന് തിരുവനന്തപുരത്ത് നമ്മളല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ ഇന്ന് കേട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത, നമ്മുടെ ആലത്തൂർ പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രി ഇന്നലെ പദവി ഒഴിഞ്ഞു. MLA സ്ഥാനവും രാജിവെച്ച് അദ്ദേഹം പാർലമെന്റ് അംഗമായി പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പദവി ഒഴിഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നൽകിയാണ് അദ്ദേഹം പദവി ഒഴിഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ സുപ്രധാനമായ ഒരു തീരുമാനം, സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ നിന്ന് കോളനി എന്ന പദം ഒഴിവാക്കും എന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തി പോയി. അത് നല്ലൊരു തീരുമാനമാണ് അല്ലേ? പണ്ട് കാലം മുതലേ കോളനി എന്ന് ആ ഒരു വാക്ക് ഒരു അടിമത്വത്തിന്റെ ഒരു വാക്കായി നിലനിൽക്കുന്ന സമയമായിരുന്നു. അനുയോജ്യമായ പേരിന് ജനങ്ങളുടെ അഭിപ്രായം തേടും എന്ന ഉത്തരവും ഇന്ന് പുറത്തിറങ്ങുമെന്നാണ് മന്ത്രി അതിന് പ്രതികരിക്കുന്നുണ്ടാവാം. ആ ഒരു പദം മാറ്റിയിട്ട് എന്തായിരിക്കും പുതിയൊരു പദം എന്നുള്ളത് അതെന്തായിരിക്കും പ്രതീക്ഷിക്കാം. കോളനി എന്ന പദം അടിമത്തത്തിൻ്റെതാണ്, അത് മേലാളന്മാർ ഉണ്ടാക്കിയതാണെന്നും മന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. പേര് തന്നെ കേൾക്കുമ്പോൾ അപകർഷതാബോധം തോന്നുന്നു. ആ പേര് ഇല്ലാതാക്കുകയാണ്. ഉത്തരവ് ഉടനെ പുറത്തിറങ്ങും. പകരം പേര് ആ പ്രദേശത്തുള്ളവർക്ക് പറയാമെന്നും നിലവിൽ വ്യക്തികളുടെ പേരിലുള്ള പ്രദേശം അങ്ങനെ തുടരുമെന്നും മന്ത്രി ഇന്നലെ അറിയിച്ചിരുന്നു. പലർക്കും അതൊരു അസഹനീയമായിട്ടുള്ള ഒരു വാക്കാണ്. ആ ഒരു കോളനി, ആ ഒരു പ്രദേശത്ത് അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ താമസിക്കുമ്പോൾ പലരും കളിയാക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്ല, ആ പ്രദേശത്ത് താമസിക്കുന്ന കോളനി നിവാസികൾ നമ്മളൊക്കെ പല വാർത്തയിലും പറയുന്ന ഒരു കാര്യമാണ് കോളനി നിവാസികൾ. അത്തരം അങ്ങനെ അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നൊരു സന്ദേശമാണ് ഇതുവഴി നൽകുന്നത്. വളരെ നല്ലൊരു തീരുമാനമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തൃക്കണ്ണാപുരത്ത് മരിച്ച സൈബർ ആക്രമണം മൂലം മരിച്ചു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു പ്രതികരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആൺ സുഹൃത്തായ ബിനോയ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.
എന്താണ് ഇത്തരത്തിലുള്ളൊരു സംഭവത്തെ കുറിച്ച് സാറിന് പറയാനുള്ളത്? ഇപ്പോൾ ഒരുപാട് ഈ ഒരു സൈബർ ആക്രമണവും അല്ലാതെ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അധിക ഉപയോഗം കാരണം പല കുട്ടികളും, അത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ആത്മഹത്യയിലേക്കൊക്കെ ഒരുങ്ങുന്നുണ്ട്. അല്ല, ഇത് സൈബർ ഇടങ്ങളിൽ ഈ അടുത്ത കാലത്തായി വളരെയധികം മോശം പ്രവണത ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അത് ആത്മഹത്യയിലേക്കും മറ്റുള്ള ക്രൂര സ്വഭാവങ്ങളിലേക്കും വരെ കൊച്ചുകുട്ടികളെ വരെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ അതിന് അടിമപ്പെട്ടു പോകുന്ന കാലാവസ്ഥ ഉണ്ട്. പക്ഷേ നിയമങ്ങൾ ഒരുപാട് കർക്കശമാക്കിയിട്ടുണ്ട് സർക്കാരുകളും കേന്ദ്ര സർക്കാരുകൾ ഒത്തിരി നിയമങ്ങൾ കർശനമാക്കിയിട്ട് പോലും അത് ഒരു തരത്തിലും നടപ്പാകുന്നില്ല എന്നൊക്കെ പറയേണ്ടി വരും. കാര്യം ഇതൊന്നും താഴെ തട്ടിലേക്ക് എത്തുന്നില്ല എന്ന് വേണം നമുക്ക് സംശയിക്കാൻ. അത് ശരിക്കും ഒരു അവയർനെസ്, അത് ഇത്തരം നിയമങ്ങൾ കർശനമാക്കുമ്പോഴും അതിനെതിരെ ഉണ്ടാകുന്ന ഇത്തരം പ്രവണതകളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു സമൂഹ മനസ്സാക്ഷി ഉണർന്ന് പ്രവർത്തിച്ചാലേ കഴിയൂ എന്നുള്ളത് മാത്രമേ ഇത് സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയൂ. അത് ആ ഒരു സോഷ്യൽ മീഡിയ ആണ് എല്ലാ ലോകം എന്നുള്ള ഒരു വിശ്വാസവും ആ തരത്തിൽ പോകുന്ന ഒരു കോളുണ്ട്. നമുക്കൊരു കോള് വരുന്നുണ്ട്. ഹലോ, അതെ, വാർത്താ പെരുമഴയിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ. ഓക്കെ, നമ്മള് ഇന്നലെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ഒരാളെ കുടിവെള്ള കിണർ വന്ന് PWD വന്ന് ഡെമോക്രേറ്റ് പോയി. പക്ഷെ അത് കോടതിയിൽ കേസായി കിടക്കുന്നതാണ്. പഞ്ചായത്ത് പൊതുകിണറാണോ? പഞ്ചായത്ത് പൊതുകിണറല്ല. ഇപ്പൊ അവര് വന്നിട്ട് സർവേ എടുത്തപ്പോഴും ഡിജിറ്റൽ സർവേ വന്നപ്പോഴും ഈ കിണറിനെ ബാധിക്കുന്നില്ല. സർവേ എന്തിനാണ് അവിടെ വന്നത്? എന്തുമായി ബന്ധപ്പെട്ടാണ് ഈ സർവേ നടത്തിയത്? എന്തിനാണ് അവര്? അല്ല, ഇപ്പൊ മൊത്തത്തില് ഡിജിറ്റൽ സർവേ നടക്കുകയല്ലേ? അതെ. ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പെറമ്പോക്ക് കാണുന്നില്ല ഡിജിറ്റൽ സർവേയിൽ നോക്കിയപ്പോഴും. ഓക്കെ. അപ്പൊ PWD വന്നിട്ട് അവര് പറഞ്ഞ് ഇത് പെറമ്പോക്കാണെന്ന് പറഞ്ഞ് കിണർ വന്ന് നമുക്ക്. എന്നാൽ ഒരു മാന്യമായിട്ട് അവർക്ക് ഒരു കുടിവെള്ളമാണ്, ആ മോട്ടറും എല്ലാം അവരെടുത്തു പോയി കിണർ അടിച്ചു പൊട്ടിച്ച് നമുക്ക് ഒരു മാന്യമായിട്ട് അവർക്ക് ഒരു ലെറ്റർ കൊടുക്കാം, നിങ്ങൾ അടിയന്തരമായിട്ട് ഇത് മാറ്റണം. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയല്ലേ അത്? സ്വകാര്യ വ്യക്തിയാണ്, അവരാണ് കര അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് അവര് കരമടച്ച് വില്ലേജ് ഓഫീസിൽക്കോ തഹസീൽദാർക്കോ ഇതൊന്നും ഒരു പരാതിയോ ഒന്നും കൊടുത്തിട്ടില്ല. അവര് നമ്മൾ ചോദ്യം ചെയ്തപ്പോ അവര് പറഞ്ഞു നിങ്ങൾ കോടതിയില എവിടെ പറ്റോ, നമ്മൾ ചെയ്യാവൊന്നുമില്ല, ഇത് നമ്മളെ സ്ഥലമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്തത്. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ സ്ഥലമാണെങ്കിൽ എടുത്തോ. നമ്മൾ പഞ്ചായത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ട് പെറമ്പോക്ക് സ്ഥലങ്ങൾ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അത് എടുത്തിട്ടില്ല. എന്നിട്ട് ഓടി വന്ന അത്ര ഭാഗം മാത്രം ഒരു 3 സെന്റിന്റെ അതിന്റെ മാത്രം വന്നിട്ട് നിങ്ങൾ ഇത് ചെയ്തത് ശരിയല്ല. അതിന് പുറമെ നിങ്ങളൊരു മാന്യമായിട്ട് ലെറ്റർ കൊടുക്കണമായിരുന്നു, ഈ കുടിവെള്ള കിണർ ഇവിടെ നിന്ന് മാറ്റണമെന്നും ഇതൊക്കെ പറഞ്ഞ് ചെയ്യുക. അപ്പോൾ അതിന് പുറമെ ഇത് കോടതി കിടക്കുകയാണ്. കേസ് കോടതി കിടക്കുകയാണ്. അതില് വാർഡ് മെമ്പർ, പിന്നെ തഹസീൽദാർ, കളക്ടർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, ഇതെല്ലാം നോട്ടീസ് വന്നതാണ്. ഇവരെല്ലാം കക്ഷികളാണ്. അപ്പൊ അതിന് വാദപ്രായം ഞാനും ഉണ്ട്. പക്ഷെ നമുക്കൊന്നും ഒരു ഇത് കേസ് വിധിയായെന്നോ എന്നൊന്നും പറഞ്ഞിട്ടൊരു നോട്ടീസ് വരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ പറയുന്നത് കാലത്ത് 100% തെറ്റാണ്. കാരണം കുടിവെള്ളമാണ്. ആ കുടിവെള്ളത്തിന് ഒരു 2 ദിവസം സമാധാനം അവർക്ക് കൊടുക്കണമായിരുന്നു, അത് നോട്ടീസ് കൊടുക്കണമായിരുന്നു. അങ്ങനെ പെറമ്പോക്കാണെങ്കിൽ പോലും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ സുഹൃത്തെ, ഇത് കിണർ മൂടാൻ വേണ്ടി വന്നത് ആരൊക്കെയാണ്? PWD ഉദ്യോഗസ്ഥരാണോ? ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട്. ഹിന്ദിക്കാരെയും കൂടെ വിളിച്ചുകൊണ്ടാണ് അവര് വന്നത്. അപ്പോൾ തന്നെ ജില്ലാ മെമ്പർ വന്നു. ഈ ജില്ലാ മെമ്പർ ആണ് നമ്മളെ കോടതിയില്, മഞ്ചൂർ കോടതിയിലാണ് ഈ കേസ് നടക്കുന്നത്. അല്ല, അപ്പോഴ് ഈ കിണർ മൂടാനും ഇത് കെട്ടിയടയ്ക്കാനും വന്ന സമയത്ത് നിങ്ങൾ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഇത് കോടതി കിടക്കുന്ന കേസാണ്, ഇപ്പൊ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടയാമായിരുന്നില്ലേ? അതാണ് പറഞ്ഞത് സാറേ. ഞാൻ നോട്ടീസ് തരാൻ പറഞ്ഞു. നിങ്ങൾ ഇത് നമുക്ക് കോടതിക്ക് വിധിയായിട്ട് എണ്ണിയായിട്ട് നോട്ടീസ് അത് അവര് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് നമുക്ക് തീർന്നു. വേറെ സമീപവാസികളും നാട്ടുകാരൊന്നും ഇല്ലായിരുന്നു? ഇല്ല, അതിന് കൂടാനുള്ള സമയം കിട്ടിയില്ല. കാരണം ഇവര് ഒരു 7-8 പേര് വന്നിട്ട് എളുപ്പം നോക്കാം. അതായത് വലിയ താഴ്ചയുള്ള കിണറല്ല, നല്ല ഊട്ടിയുള്ള സ്ഥലമാണ്.
അപ്പൊ അവിടുന്ന് മോട്ടറെല്ലാം ഇട്ട് മോട്ടറെല്ലാം അവർ തന്നെ എടുത്തു. അതാണ് അവസ്ഥ. അല്ല, ഇപ്പൊ നിലവില് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും ഉന്നത അധികാരികൾക്ക്? അല്ല, ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തി. അപ്പൊ അവര് പറഞ്ഞെന്ന് നിങ്ങളൊരു പരാതി കൊടുക്കണം എന്നുള്ള ഇതാണ് പോലീസ് തന്നെ പറഞ്ഞ. അവർക്ക് ഇതിനൊരു പരിധിയുണ്ട് തലയിരുന്നതിന്. പിന്നെ കട്ടപ്പുറം കേസിനും കുറച്ചിട്ടുണ്ട്. അതേപോലെ ഈ കേസ് ബാധിക്കുന്ന വക്കീലിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ കോടതിയിൽ കേസ് നിലവിലുള്ളപ്പോഴും ഇത് സംബന്ധിച്ച് കേസുകൾ പല അധികാരികളുടെ മുമ്പിലും ഈ കുളം, ഈ ജലസ്രോതസ് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള രീതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരൊക്കെയാണ് ഉദ്യോഗസ്ഥർ വന്നത്? നിങ്ങളുടെ അടുത്ത് ഫോട്ടോ സഹിതം ഉണ്ടല്ലോ. അതെ, അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഉന്നത അധികാരികൾക്ക് നിങ്ങൾ വക്കീൽ മുഖേന, നിങ്ങളുടെ നിലവിൽ കേസ് നടത്തുന്ന അഡ്വക്കേറ്റ് ഇല്ലേ, വക്കീൽ മുഖേന ഉയർന്ന അധികാരികൾക്കുടെ മുന്നിലും കോടതിയുടെ മുന്നിലും ഇതൊരു പരാതിയായി സമർപ്പിക്കണം. അത് പരാതി കൊടുക്കാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും പറയുന്നത് ഈ കുടിവെള്ളം ഒറ്റയടിക്ക് വന്നിട്ട് നമുക്ക് പോയത് ശരിയല്ലെന്നുള്ള ഒരു അല്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ല. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കണമെന്നാണ് സർക്കാരുകളുടെയൊക്കെ ഉത്തരവ്. ഞാൻ പറഞ്ഞു തരാം. കാരണം എന്റെ വാർഡിൽ തന്നെ 2-3 വീട് പെറമ്പോക്കിൽ ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പെറമ്പോക്കാണ് നിങ്ങൾ എടുക്കുന്നത്, പെറമ്പോക്കാണ്. പക്ഷെ അതൊന്നും അവർക്ക് എടുക്കാൻ കഴിയില്ല. അത് യഥാർത്ഥം പറഞ്ഞാൽ PWD ഒരു ഓട പോരാ അവർക്ക് സമയമില്ല. അതും പഞ്ചായത്തിന്റെ ഇതിലൊക്കെയാണ് നമ്മൾ പോരുന്നത്, ആൾക്കാരെ പരാതി വന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ആളെ ഓടി വന്നിട്ട് ഒരു കിണർ നമുക്ക് പോയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. അപ്പൊ ഇത് സംബന്ധിച്ച് നിയമപരമായി നിങ്ങൾ അതിന്റെ ഉദ്യോഗസ്ഥരെയും കോടതിയും ഒക്കെ ഇതൊക്കെ ധരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ന്യൂസ് ചാനൽ എന്നുള്ള നിലയിൽ VMTV നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഞങ്ങൾ ഇത്തരം സംഭവങ്ങൾ, നിങ്ങളുടെ ഈ സംഭവം ഞങ്ങൾ വന്ന് ഷൂട്ട് ചെയ്ത് ഇത് അധികാരികളുടെ മുന്നിലെത്തിക്കാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആയിക്കോട്ടെ, ഇതിൽ ബന്ധപ്പെടാം, ഞങ്ങൾ ബന്ധപ്പെടാം. ഓക്കെ. മറ്റൊരു പ്രധാന വാർത്ത ഇന്ന് പുറത്തു വന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിന് വക നൽകുന്ന ഒരു വാർത്ത. കാരണം കൊടിക്കുന്നിൽ സുരേഷ്, മാവേലിക്കരയിൽ നിന്നും പാർലമെൻറ്റായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയുടെ പ്രോടൈം സ്പീക്കറാകും എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു. അത് MP-മാരുടെ സത്യപ്രതിജ്ഞ നിയന്ത്രിക്കുന്നത് മലയാളിയായ കൊടിക്കുന്നിൽ സുരേഷ് MP. മലയാളികൾക്കൊരു അഭിമാനമായിട്ടുള്ള അതെ, കൊടിക്കുന്നിൽ സുരേഷിന് രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുത്ത് താൽക്കാലികമാണ്. അത് മറ്റുള്ള ഈ 540 MP-മാരും മറ്റുള്ള ഈ മന്ത്രിമാരാകുന്ന ആയവരെല്ലാം MP-മാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കൊടിക്കുന്നിൽ സുരേഷിന്റെ മുമ്പേ ആയിരിക്കും. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം വാർത്തയാണ്. പിന്നെ മറ്റെന്തുണ്ട് വാർത്തകൾ? നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തോൽവി CPM സംസ്ഥാന സമിതിയിൽ ഇന്നും ചർച്ചകൾ തുടരുമെന്നാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു തോൽവിയെ കുറിച്ചാണ് ആ പാർട്ടി അംഗങ്ങൾ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പൊതുവിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. നമുക്ക് മറ്റൊരു കോള് വരുന്നുണ്ട്. ഹലോ, വാർത്താ പെരുമഴയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? നമസ്കാരം, എന്റെ പേര് ഷിബു എന്നാണ്. ഷിബു, പറഞ്ഞോളൂ. എന്താ? SUT മെഡിക്കൽ കോളേജിനടുത്താണ് താമസിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് നല്ല കാര്യമാണ്, ജീവകാരുണ്യ പ്രവർത്തനവുമാണ്. അതെ. എന്നാൽ ആ റോഡിന്, അതായത് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന റോഡിന്റെ വീതി വളരെ കുറവാണ്. ഇത് ഞാനും പലതവണയും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ ബന്ധപ്പെട്ടു, അതേപോലെ മറ്റ് ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. പക്ഷെ അതിനൊരു തീരുമാനം ഇതുവരെ വരുന്നില്ല. അല്ല, ഇതിനകത്ത് ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്ന റോഡിന് പ്രത്യേകിച്ച് ഈ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളെല്ലാം പ്രത്യേക ഒരു അളവ് നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ആംബുലൻസ് പോകുന്ന വഴിയായിരിക്കണമെന്നാണ്. നിലവിൽ ഒരു ആംബുലൻസ് പോയാൽ തിരിച്ച് അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ മറ്റൊരു വാഹനത്തിന് പോകാൻ പറ്റുന്ന റോഡാണോ അത്? അല്ല, വീതി വളരെ കുറവാണ്. ചില ഭാഗങ്ങളിൽ മാത്രം മതിയായ വീതി, മറ്റു ഭാഗങ്ങളിൽ വീതി വളരെ കുറവുമാണ് കാണപ്പെടുന്നത്. ഇത് അല്ല, ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ?
അധികാരികളുടെ ശ്രദ്ധയിൽ കൊടുത്തു, അത് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല. അതേപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ SUT മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് ഒരു റോഡ്, അതായത് മുനിസിപ്പാലിറ്റിയുടെ വക അല്ലെങ്കിൽ PWD റോഡ് അപ്രവശമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ കുറിച്ച് ഒരു രൂപരേഖയും ഒരു രാഷ്ട്രീയക്കാരും പറഞ്ഞ് നമ്മൾ കാണുന്നില്ല. അതെന്താണെന്നും അറിയാൻ വയ്യ. ഈ വട്ടപ്പാറ SUT ഹോസ്പിറ്റലല്ലേ പറയുന്നത്? അതെ അതെ, വട്ടപ്പാറ SUT. അല്ല, ഒത്തിരി പരാതികൾ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്, വരാറുണ്ട് അങ്ങനെ. അപ്പം പ്രത്യേകിച്ച് ഇപ്പൊ താങ്കൾ പറഞ്ഞത് ഒരു വഴിയുടെ പ്രശ്നമാണെങ്കിൽ അതിനേക്കാളും വലിയ പരാതികൾ ഉണ്ട് ഇതിനെക്കുറിച്ച്. അപ്പൊ അതെ അതെ, ഒത്തിരി പരാതികൾ വന്നതാണ്. ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അതെ, അതൊക്കെ അധികാരികളുടെ മുന്നിൽ അതിനെക്കുറിച്ച് ഒന്നും ഇപ്പൊ പറയാനില്ല. നിങ്ങൾ മാധ്യമക്കാരൊരു കുഴപ്പമിതല്ലേ, നിങ്ങൾ 5-6 ദിവസം എടുത്ത് എല്ലാ കാര്യവും വലുതാക്കും, പിന്നെ അതിനെ ചെറുതാക്കും. അല്ല, നമ്മളിതിനകത്ത് വാർത്തകൾ സൃഷ്ടിക്കുകയല്ലല്ലോ, വാർത്തകൾ യാഥാർത്ഥ്യമായി കണ്ടെത്തി കൊടുക്കുമ്പോഴും അധികാരികൾ നടപടി എടുക്കണമല്ലോ. അധികൃതർ നടപടി എടുക്കാത്ത രീതിയിൽ പോകുന്നു. ഇതിൽ ഉദ്യോഗസ്ഥ വിഭാഗം ശക്തമായി കളിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത്. അല്ല, ഈ വഴിയുടെ പ്രശ്നം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകൾ, ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്ന വഴി വിശാലമായിരിക്കണം, ആംബുലൻസ് ഒന്നിലധികം കടന്നു പോകാൻ വഴി ഉണ്ടാകണമെന്നൊക്കെ വ്യവസ്ഥ നിശ്ചയിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കും, ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെടും. അതിൽ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഓക്കെ, ശരി 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 ശരി. ഈ വട്ടപ്പാറ SUT ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മുടെ മുന്നിലും ഒത്തിരി പരാതികളുണ്ട്, അവിടുത്തെ പോരായ്മകളെ കുറിച്ച്. പക്ഷെ ഇതൊക്കെ അധികൃതർ, ഉദ്യോഗസ്ഥ വിഭാഗം പല രീതിയിലും ഇത് തേച്ചുമാച്ച. പുള്ളിയുടെ പരാതി വളരെയധികം കഴമ്പുള്ള ഗൗരവമുള്ള ഒരു പരാതിയാണ്. കാര്യം ഒത്തിരി ജനങ്ങളുടെ ജീവന വില അത് വെച്ച് കളിക്കുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയധികം ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അതിലൊക്കെ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ BMTVയും ജനങ്ങളിലൂടെയും ആദ്യം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം, രാഹുൽ വയനാട് വിടും, പ്രിയങ്ക എത്തുന്ന, നമ്മൾ പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ടാണ്. അത് യാഥാർത്ഥ്യമായി ജനങ്ങൾ നമ്മുടെ റായ്ബറേലിയിലേക്ക് പോയ ഒരു സാഹചര്യത്തില് പ്രിയങ്ക തിരികെ വയനാട്ടിലോട്ട് വരും. ഇന്നലെ പ്രഖ്യാപനം ഉണ്ടായി, പ്രിയങ്ക വയനാടിൽ മത്സരിക്കും എന്നുള്ള. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് MP സ്ഥാനം രാജിവെച്ച് റായ്ബറേലിയിൽ തുടരും, പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് പാർട്ടി തീരുമാനം. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അതേ ഒരു പിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമോ? എന്തായിരിക്കും അവരുടെ ഒരു? പൊതുവിൽ നമ്മുടെ ചർച്ചയിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളിലുമൊക്കെ നമുക്ക് മനസ്സിലായത് രാഹുലിനേക്കാളും വലിയ സ്വീകാര്യത ചിലപ്പോൾ ആദ്യമായി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായി കടന്നു വരികയാണ്. അതുപോലെ തന്നെ പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കയുടെ ഒരു ചിത്രം, നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചിത്രം, ഇന്ദിരയാണ് ജനങ്ങൾ പ്രിയങ്കയിലൂടെ കാണുന്നത്, ഇന്ദിരാഗാന്ധിയാണ്. അതൊക്കെ വലിയൊരു ചലനത്തിന് ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെക്കാളും ഭൂരിപക്ഷം വർദ്ധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം. അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് പ്രിയങ്ക ഗാന്ധിയിലൂടെ മറ്റൊരു ഇന്ദിരാഗാന്ധിയെ പടുത്തുയർത്താൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിക്കൂടുന്നില്ല. അതെ, ആ ഒരു എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നല്ലൊരു വിജയം കൈവരിക്കുകയാണെങ്കിൽ പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു വാർത്ത, യാത്രാനുമതി നിഷേധിച്ച വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകാൻ കേന്ദ്ര നിലപാടിനെതിരെ കേരളം പ്രതിഷേധം അറിയിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നമ്മുടെ മലയാളികൾ ഏതാണ്ട് 40ഓളം പേര് ഈ അപകടത്തിൽ പെട്ടുവെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു അപകടത്തിൽ മലയാളികളെ സംരക്ഷിക്കാൻ, മലയാളികളെ മാത്രമല്ല ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ ഒരു ആരോഗ്യ വകുപ്പിൻ്റെ ചുമതലയുള്ള ഒരു മന്ത്രി അത്തരത്തിലൊരു യാത്രയ്ക്ക് തയ്യാറാകുമ്പോൾ അത് തടസ്സപ്പെടുത്തിയത് വളരെയധികം പ്രതിഷേധാർഹമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം അതിനെ അതിശക്തമായി തന്നെ എതിർക്കുകയാണ്.
ദുരന്തമുഖത്ത് വിവാദത്തിലില്ല. സംസ്ഥാന സർക്കാരിന്റെ കൂട്ടായ തീരുമാനമാണ് അവഗണിക്കപ്പെട്ടതെന്നാണ്. തീർച്ചയായിട്ടും കാര്യം ഒരു അനുമതി സർക്കാർ, പ്രത്യേകിച്ച് കേരളത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അവിടെ പോകാനുള്ള ഒരു അനുമതി നൽകുകയാണ് വേണ്ടിയിരുന്നത്. പല പ്രതിഷേധങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് അതിനെതിരെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് ജനങ്ങളിലേക്ക് എത്തി. ഈ സംസ്ഥാനത്ത് അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ നടന്നു വരികയാണ്. അത് ഈ മാസം ജൂൺ 21 വരെയാണ് അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുള്ളത്. ഒഴിവാക്കപ്പെടാനും കൂട്ടിച്ചേർക്കാനുമുള്ള അവസരമാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. അതെല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്നൊരു മെസ്സേജ് നമ്മൾ ഇതുവഴി ജനങ്ങളിലേക്ക് പാസ് ചെയ്യുകയാണ്. പലരും ഈ ഒരു ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് പലരും വോട്ട് ചെയ്യാതെ പോയൊരു സാഹചര്യം. ഈ ദിവസം ഇതിന്റെ തീയതി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് ചേർക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ആ ഒരു സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ? അതെ. ഇപ്പോൾ നമ്മുടെ ഈ നീറ്റ് UGC പരീക്ഷാ ഫലത്തെ പറ്റി ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ രാജ്യത്തെ പ്രവേശന പരീക്ഷാ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന കാര്യമാണെന്ന് മുഖ്യമന്ത്രി. ഒരു കോൾ ഉണ്ട്, നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ, വാർത്താ പെരുമഴയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? എവിടെ നിന്നാണ് സുരേഷ് വിളിക്കുന്നത്? നമുക്ക് ഒരു വീട് വയ്ക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ മെറ്റീരിയൽസ് ഒക്കെ തമിഴ്നാട്ടിലേക്കാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് ഇവിടെ GST കാര്യങ്ങളോ ഒന്നും അവരിതാക്കില്ല. അപ്പൊ ഇവിടെ ഉത്പാദിക്കുന്നവര് വില കൂട്ടുകയും ചെയ്യും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ലേ നമുക്ക് പാവങ്ങൾക്ക് രണ്ടുപേരും ബുദ്ധിമുട്ടല്ലേ? പൊതുവിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വലിയ പരാതിയാണ്. കാരണം നമ്മുടെ നാട്ടിലെ വ്യവസായ സംരംഭങ്ങളെ സഹായിക്കുന്ന പ്രവണത നമ്മളിൽ കണ്ടുവരുന്നില്ല എന്നുള്ളത് പൊതുവെ ഉയർന്നു വരുന്ന ഒരു പരാതിയാണ്. ആ പരാതി മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളെ അവിടെ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ മെറ്റീരിയൽസ് കൂടുതലും വരുന്നത്. ഇവിടെ വ്യവസായം തുടങ്ങുന്ന പലരും പെട്ടെന്ന് നിർത്തി മറ്റു സംസ്ഥാനങ്ങളെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അത് വലിയൊരു പരാതിയാണ്. അതിന് എന്താണ് പരിഹാരം എന്നുള്ളത് നമ്മൾ കൂട്ടായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. അതുപോലെ തന്നെ ഈ ഇവിടുന്ന് ഈ കേരളത്തിലെ ഈ കേക്ക് കറികളൊക്കെ ഇങ്ങനെ ചെക്ക് പോസ്റ്റ് വഴി അവര് പൈസ കൊടുത്ത് കൊണ്ടുപോകുന്നു. അതിന്റെ GST കാര്യങ്ങളോ ഒന്നും അവരെടുക്കുന്നില്ല. ഇല്ല, ഒരുപാട് നമ്മളെ കണ്ടാൽ കാണുന്നതാണ്. പോലീസുമാര് ചെക്ക് പോസ്റ്റിൽ പൈസ മേടിച്ച് പങ്കുവിടും. ഇത് അഴിമതി എന്ന് പറയുന്ന ഒരു സംവിധാനം സർവ്വവ്യാപിയായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് സർക്കാരുകളോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ ചിലർ വിചാരിച്ചാൽ മാത്രം ഒഴിവാക്കപ്പെടുന്നതല്ല. ഇതിൽ ജനങ്ങളുടെ ഒരു കൂട്ടായ പ്രതിഷേധം, ശക്തമായ ഒരു പ്രതിഷേധം ഉയർന്നു വരിക തന്നെ വേണം ഇക്കാര്യത്തിൽ. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു. കാരണം നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു വരുന്നത്. അതുപോലെ തന്നെ വ്യവസായ സംരംഭങ്ങളൊക്കെ പൂട്ടിപ്പോകുന്നു. ഇതിനെ സഹായിക്കാൻ പലരുമില്ല. അതൊക്കെ അധികാരികളുടെ മുന്നിൽ വേണം. നമ്മൾ VMTVയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. ആരാണോ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവരെ നമ്മൾ ശക്തമായി പുറത്തു കൊണ്ടുവരും. അതുപോലെ തന്നെ സാറേ ഇത് ഈ വ്യവസായങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ, കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അതിലെ GSTയും അതില് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സർക്കാരിന് തന്നെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമുക്കിത് കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും നാട്ടിൽ വലിയൊരു വ്യവസായ സംരംഭകരെ സഹായിക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഇതിൽ ആരാണ് ഉത്തരവാദി, ആരാണ് ഇതിനെ തകർക്കുന്നതെന്ന് താഴെത്തട്ടിലേക്ക് ഇറങ്ങി കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. എന്താണ് പച്ചക്കറി തമിഴ്നാടിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. കേരളത്തിലെ കർഷകർക്ക് ഉണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ കാണുന്നില്ലേ? ഇവരെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാണ് നമുക്ക് സർക്കാർ ഒരുപാട് പ്രോത്സാഹനങ്ങൾ പ്രഖ്യാപിക്കുന്നു, പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതെ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാ.
നമുക്കിതൊരു കൂട്ടായിട്ട് തന്നെ, ഇതിപ്പോൾ ഒരു പെട്ടെന്ന് നമുക്കിത് പരിഹരിക്കപ്പെടുന്ന കാര്യമല്ല. ഇതിനൊരു വലിയൊരു മാസമായിട്ട് തന്നെ ഒരു സംവിധാനം രൂപപ്പെടേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ BMTV ശക്തമായ രംഗത്തുണ്ടാവും. ഓക്കെ 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 താങ്ക് യു. സാർ, മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ ഇപ്പം ലഹരിയുടെ ഉപയോഗം ഒരുപാടാണ്. അതും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതലാണ് ഇത് തുടങ്ങി വരുന്നത്. കൊച്ചിയിലാണെങ്കിൽ ഏറ്റവും അധികം കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം 1/2 കോടി രൂപയിലേറെ വില വരുന്ന MDMA യുവതി പിടിയിലായതാണ്. അതും 24 വയസ്സുള്ള യുവതിയാണ് പിടിയിലായത്. ബാംഗ്ലൂർ മുനേശ്വര നഗറിലെ സർമീൻ അക്തർ എന്ന 26-കാരിയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലായത്. അപ്പോൾ എന്താണ് ഈ ഒരു കേരളത്തിലാണ് ഇത്രയധികം ഈ കോടിക്കണക്കിന് രൂപ വരുന്ന ഈ ഒരു മയക്കുമരുന്നും മറ്റ് ലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഇതിൻ്റെ ഉപയോഗം ഇങ്ങനെ കൂടി വന്നാൽ എന്തായിരിക്കും നാളെ വരുന്ന ഒരു സ്ഥിതി? ഭാവി അപകടത്തിലാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറ, യുവതലമുറ, കുട്ടികളിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരുന്നു. സർക്കാരുകൾ അല്ലെങ്കിൽ നമ്മുടെ ഏജൻസികളൊക്കെ ലഹരിക്കെതിരെ വലിയൊരു മുന്നേറ്റം നടത്തുമ്പോഴും മറ്റൊരു സൈഡിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ തന്നെ മദ്യശാലകൾ കൂടുന്നു. ഡ്രൈ ഡേ നിർത്തലാക്കി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത് ഒരു തരത്തിൽ വരുമാനം സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വരുമാനം ഒരു മുഖ്യ ഘടകമാണ്. അപ്പോൾ ഈ വരുമാനം വർദ്ധിപ്പിക്കാൻ ഇത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ഒരു സൈഡ്, മറ്റൊരു സൈഡ് ബോധവൽക്കരണവും ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകളും കേസുകളും ഒക്കെ കൊണ്ടുപോകുന്നു. പക്ഷേ ഇത് ഈ പ്രോത്സാഹനം നിർത്തിയതിന് ശേഷം മാത്രമായിരിക്കണം ഇതിനുള്ള നടപടികൾ ചെയ്യേണ്ടത്. ഒരു സ്ഥലത്ത് അത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ചെയ്യുന്നു. തികച്ചും ഒരു വൈരുദ്ധ്യമുള്ള സ്വഭാവമാണ് സർക്കാർ. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വരുമാനം ഒരു മുഖ്യ ഘടകമായി കണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ ഇത്തരം സാഹചര്യങ്ങളെ നിലനിർത്താൻ കഴിയില്ല. ഭാവി കേരളം തന്നെയാണ് നശിക്കാൻ പോകുന്നത്. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ. ഇത് ഒരു ആശങ്ക, വളരെയധികം ആശങ്ക ഉയർത്തുന്ന ഒരു സംഭവമാണ്. അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൂട്ടായി ചിന്തിക്കേണ്ട കാര്യമാണത്. സർക്കാർ തന്നെ ഇതിനൊരു മുൻകൈ എടുത്താൽ ഇതിനൊരു പരിഹാരം കാണാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയാൻ പറ്റും. അല്ല, സർക്കാർ മുൻകൈ എടുത്തേ മതിയാവും. അതെ, അവരുടെ ഈ ഒരു ഉഴപ്പൻ നയങ്ങളുമായി മുന്നോട്ട് പോയാൽ ഒരുപാട് കുട്ടികളുടെ മാതാപിതാക്കളുടെയൊക്കെ ഭാവി അവരുടെ ചിന്താഗതികളും മറ്റു ഒരു സമൂഹം തന്നെയാണ് അതിലൂടെ നശിച്ചു. വലിയൊരു അപകടം ഈ മേഖലയിലുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്നത്, ഒരുമിച്ച് സുഹൃത്തുക്കൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ ആ സുഹൃത്തിനെ ഈ ഒപ്പമിരുന്ന സുഹൃത്ത് കുത്തിക്കൊല്ലുന്നു. നമ്മൾ വാർത്തകൾ നൽകുന്നത് മദ്യപാനത്തിനിടെ തർക്കം, യുവാവ് സുഹൃത്തിനെ കുത്തിക്കൊന്നു. അപ്പം അത്തരത്തിൽ വളരെ ക്രൂരമായ അല്ലെങ്കിൽ വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാകേണ്ടിയിരിക്കുന്നു. അതെ, ഇങ്ങനെയുള്ള മറ്റൊരു കോളുണ്ട് നമുക്ക്. ഹലോ, വാർത്താ പെരുമഴയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? എന്താണ്? പറയൂ. കൊച്ചിയിലെ ലഹരി അതാണോ? പറയൂ. പബ്ലിക്കായി പ്രതികരിച്ചാൽ മാത്രമേ ഇത് ജനങ്ങളിലെത്തൂ. പറയണം. അതെ, പക്ഷെ ഇവരെ കൊണ്ട് ആരെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല. ഇത് എവിടുന്ന് വരുന്നു, ഏത് സോഴ്സാണ്, ആരാണ് ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നില്ല. അതിന്റെ എന്തുകൊണ്ടാണ്? മീഡിയക്കാരുണ്ട്, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, ഇത് ഉദ്യോഗസ്ഥരുടെ കൂടെ ഒരു പങ്ക് അതിൽ കാണാൻ പറ്റും ചിലപ്പോ. ഭയങ്കരമായിട്ട് ഇവിടെ കൊലാവസ്ഥ അറിയുന്നുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ട് ആരും അന്വേഷിക്കുന്നില്ല? സുഹൃത്തെ പിടിക്കപ്പെടുന്ന സാധനത്തിന്റെ പകുതി പോലും കോടതിയിൽ എത്തുന്നില്ല എന്നൊരു ഗുരുതരമായ വിഷയം ഇതിനകത്തുണ്ട്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ന്യൂസുകളും ഇതിൽ ഇടപെടൽ നടത്തിയ ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണ്. കഞ്ചാവ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞു, MDMAയും കഞ്ചാവുമൊക്കെ ടൺ കണക്കിന് അല്ലെങ്കിൽ കിലോ കണക്കിന് വാഹനങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുമ്പോഴും തൊണ്ടി സാധനം
കോടതിയിൽ എത്തുമ്പോൾ അത് പകുതിയായി ചുരുങ്ങുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രശംസനീയമാണ്. കാരണം ഇതിൻ്റെ ഉറവിടം കണ്ടെത്താതെ പിടിക്കപ്പെട്ടിട്ട് കാര്യമില്ല. പിടിക്കപ്പെടുന്നു, അത് പോകുന്നു, കേസിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു, വരുന്നു, വീണ്ടും ആവർത്തിക്കുന്നു. അതെ, പറയൂ, കേൾക്കാം. അതെ, അതെ, അവിടെയാണ് ഉന്നത ഇടപെടൽ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതെ, അതെ, അതിനകത്ത് സുഹൃത്തിനോട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് ഇത്തരം പിടിക്കപ്പെടുന്ന സംഭവങ്ങൾ അവസാനം ചെന്ന് നിൽക്കുന്നത് ഉന്നതരിലാണ്. അത് മന്ത്രിമാരുടെ മക്കളിലോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരിലോ ആണ്. അപ്പോൾ അന്വേഷണ ഏജൻസികൾ അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ സംഭവം ഒതുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. 5 വർഷം കൊണ്ട് നമ്മുടെ പുതിയ പിള്ളേരുടെ അവസ്ഥ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാവാം. വളരെ ആശങ്കയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയിലാണ് നമ്മളൊക്കെ. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനല് തീർച്ചയായിട്ടും നമ്മള് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഇത്തരം വിഷയങ്ങളിൽ വളരെ ശക്തമായ നിലപാടുമായി തന്നെ നമ്മൾ രംഗത്തുണ്ട്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും VMTVയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഓക്കെ, 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 താങ്ക് യു. വലിയ നിർദ്ദേശങ്ങൾ നൽകിയതിന് വളരെ നന്ദി. ഓക്കെ, നല്ലൊരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ആ ഒരു വാർത്ത അത്രയധികം ശ്രദ്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം, അതും അഭിപ്രായം മാത്രമല്ല, അദ്ദേഹം ചോദിച്ച ആ ഒരു ചോദ്യവും ശക്തമായ ഇടപെടലാണ്. മറ്റൊരു കോളുണ്ട് നമുക്ക്. ഹലോ, വാർത്താ പെരുമഴയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? പറഞ്ഞോളൂ. ഇത് VMTV ന്യൂസ്. VMTV ന്യൂസ് ആണ്, പറഞ്ഞോളൂ. എന്താ പേര് പറയൂ. പേര് സ്ഥലം എവിടെന്നാ വിളിക്കുന്നത്? കുന്നമംഗലം. പറയൂ. മനസ്സിലായി, പറഞ്ഞോളൂ. പിന്നെ ചെറിയ കാര്യമല്ല, അങ്ങനെ അത് നിങ്ങൾ നേരിട്ട് വരേണ്ടി വരും. വന്നോളൂ, ഇപ്പൊ കാര്യം പറയൂ. വിഷയം പറഞ്ഞോളൂ. എന്താണ് വിഷയം? പറഞ്ഞോളൂ, എന്താ പ്രശ്നം എന്ന് കാര്യം പറഞ്ഞോളൂ. സത്യം പറയാൻ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ധനങ്ങളുണ്ട്, പക്ഷേ നിത്യജീവിതത്തിന് ഗതിയില്ല, ഗത്യന്തരമില്ല, കടന്ന് വട്ടം ചുറ്റുക. എന്തുവാ കാര്യം? എന്തുവാ? ഞങ്ങൾക്ക് കുറെ സ്ഥലമുണ്ട്, പക്ഷെ വിറ്റ് കിട്ടണം. പിന്നെ നിങ്ങൾ വന്നിട്ട് ഇത് നേരിട്ട് പറയാവേന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഓ, ഞങ്ങള് വരണോ? അങ്ങോട്ട് വരണോ? ഇന്നിപ്പം ഇല്ല, കഴിയുമോ? ഇല്ല, നമ്മളൊരു ദിവസം അറിയിക്കാം. നിങ്ങൾ അറിയിച്ചിട്ട് വരാം. എവിടെയുള്ളവരാ? ഞങ്ങള് തിരുവനന്തപുരത്താ. അത് ശരി. അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടുത്തെ റിപ്പോർട്ടേഴ്സ് നിങ്ങളെ ബന്ധപ്പെടും. ഞങ്ങളുടെ കുന്നമംഗലം അല്ലേ സ്ഥലം പറഞ്ഞേ? തൃശ്ശൂർ ജില്ലയല്ലേ? അതെ, തൃശ്ശൂർ ജില്ലയിലെ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ്, ക്യാമറാമാനെ നിങ്ങളെ ബന്ധപ്പെടും. ഞങ്ങൾ അവരെ അറിയിക്കാം. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങൾ അവരുമായി പറഞ്ഞ് കാര്യങ്ങൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടും, ശക്തമായി ഇടപെടും. ഓക്കെ, എന്തുകൊണ്ടാണ് അത് വിൽക്കാൻ സാധിക്കാത്തത്? അതിന്റെ കാരണം എന്താണ്? ആ ഒരു സ്ഥലം വിൽക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? അതിനെ പറ്റി ഇപ്പൊ ഞങ്ങൾ സ്ത്രീകളായി ഞങ്ങൾക്ക് ഈ തിരിച്ചറിവുണ്ടോ? ഞങ്ങളാണ് ഈ ലോകമായിട്ട് അടിക്കുന്നതല്ലോ. അല്ല, അപ്പൊ ഇത് ആരുടെ സ്ഥലമാണ്? നിങ്ങളുടെ സ്വന്തം സ്ഥലമല്ലേ? ഞങ്ങളുടെ സ്വന്തം സ്ഥലം 50 വർഷം മുൻപേ മൈനർ വകയായിട്ട് എഴുതിയിട്ടാ. മൈനർ വകയായിട്ട് എഴുതി. ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. തിരുവനന്തപുരത്താണെങ്കിൽ അവിടേക്ക് അംഗങ്ങൾ ഉണ്ടല്ലോ. അതെ, അതെ. സഹൃദയ കമ്പി ചെമ്പഴന്തി കോളേജിലെ അതെ, ഇപ്പൊ റിട്ടയർ ആയി
ഓക്കെ. പിന്നെ നിർമ്മലയൊക്കെ അതാ അമ്പലത്തിന്റെ അവിടെ. പക്ഷെ ഇത് അവരുടെ ഇതിനെ പറ്റിയൊന്നു സഹകരിച്ച് അവര് ഞങ്ങൾക്ക് ദുരിതം വല്ലാതെ താങ്ങാൻ വയ്യാത്ത കേസോ കാര്യമൊക്കെ വരുമ്പോഴാണ് ഞാൻ അവരെ അറിയിക്കുക. ഓക്കെ. നമ്മളെ നിത്യജീവിതത്തിന്റെ പ്രശ്നങ്ങളൊന്നും അവരെ അറിയിക്കില്ല. എന്റെ അച്ഛന്റെ പെങ്ങളുടെ മോൻ അമോർച്ചക്കനും പെങ്ങളുമാണത്. ഓക്കെ. പിന്നെ അടൂര് അറിയുമായിരിക്കും, അടൂര് ഇപ്പാപ്പൻ. അജി കമ്പനി അറിയുവോ? ആയിക്കോട്ടെ, പറഞ്ഞോളൂ. അത് എന്റെ ഇപ്പാപ്പനാണ്, അച്ഛന്റെ അനിയന്റെ വീടാണത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്റെ കല്യാണം കഴിച്ച അതിന്റെ കാര്യമൊക്കെ ഇവിടെ വന്നിട്ടേ പറയാവോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടേ പറയാവല്ല, പറയല്ലേ എന്ന് പറഞ്ഞു. ശരി, ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യും, അവിടെ വരും. അതിപ്പോ നാളെ ഞാനൊരു കാര്യത്തിൽ ഇങ്ങനെയുള്ള ദുരിതാവസ്ഥക്ക് ഹർജിയൊക്കെ കൊടുത്തിട്ടേക്കാണ്. അത് ഞാൻ നാളെ ഇപ്പൊ ഒരിടത്ത് പോകും. അതിന്റെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അതെന്തെങ്കിലൊക്കെ പറഞ്ഞ് ഒഴിവ് തിരിവ് പറഞ്ഞ് എന്നെ ഇനി വിടും. മനുഷ്യന്മാര് സൂത്രക്കാരല്ലേ. ഞങ്ങളിപ്പോ നിരപരാധി പാപ്പരാണ്. അവര് അവരുടെ കമ്പാർട്ട്മെന്റിൽ പെട്ട കാറില് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കും. മറ്റ് കാര്യങ്ങളൊന്നും നടത്തി തരില്ല. അങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ എന്തായാലും നാളെ ഒരു പിടിവാശി നിൽക്കാൻ പോവാണ്. ഞങ്ങളുടെ ആളങ്ങോട്ട് വരും, ഞങ്ങൾ പറഞ്ഞേക്കാം. അവരങ്ങോട്ട് അയക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവരോട് പറഞ്ഞാൽ മതി, അത് നമ്മൾ വേണ്ട ഇടപെടൽ നടത്താം. നിങ്ങളോട് സഹകരിക്കണം. തീർച്ചയായും തീർച്ചയായും. എന്താണെന്നറിയാം, ഞങ്ങളുടെ ഗതി ഇങ്ങനെ കെട്ടിക്കിടക്കുന്നെങ്കിലും ഞാനൊരു ബാലനാണെങ്കിലും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അതേപോലെ ഞാനൊരു ബലമില്ലാത്തവരാണെങ്കിലും പക്ഷെ നിത്യജീവിതത്തിന് ഗതിയില്ല. എന്റെ കല്യാണം കഴിച്ച വ്യക്തിക്ക് എന്റെ അറിവില് 2 കോടികളുടെ ആസ്തി ഉണ്ടെന്ന് ഞാൻ അറിയുന്നേ. ആയിക്കോട്ടെ. അത് വേറിപ്പോ പറയുന്നില്ല. ശരി, ഞങ്ങളൊരു കാര്യം ചെയ്യാം മാഡം. ഞങ്ങളുടെ ഏജൻസി നിങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശദമായി പറഞ്ഞാൽ അതിൽ വേണ്ടുന്ന ഇടപെടൽ നടത്താം ഞങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പരസ്യമായി പറയണ്ട, അത് നിങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ്. ആയിക്കോട്ടെ, വിളിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. അപ്പൊ നാളെ ഞാൻ വേറെ ഒരു കാര്യത്തിന് പോവാ. നിങ്ങൾ ചിലപ്പോ അവിടെ ചെന്നുകൊണ്ട് വിളിച്ചാൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുവോ? ഞങ്ങൾ അവിടെ നിങ്ങളെ വിളിക്കും. ഈ നമ്പറിൽ ഞങ്ങൾ തൃശ്ശൂരുള്ള റിപ്പോർട്ടേഴ്സ് അവിടെ നിങ്ങളെ വിളിക്കും. നാളെ എന്തായാലും ഞാൻ ഒരിടത്ത് ഈ പ്രശ്നത്തിന് തന്നെ പോവുകയാണ്. ആയിക്കോട്ടെ, വേണ്ട സഹായം ചെയ്യും. ചെയ്ത് തരണം. 2 സ്ത്രീകളാണ്. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു. അതൊരു പ്രധാനപ്പെട്ട ആരാണ് നോക്കൂ. പത്ര കോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ കുവൈറ്റിലെ വിഷയം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. കുവൈറ്റിലെ അഗ്നിബാധയിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കുവൈറ്റ് ഗവൺമെൻറ് സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 12.5 ലക്ഷം രൂപ ഇന്ത്യൻ രൂപയാണ് ഓരോ കുടുംബങ്ങൾക്കും നൽകുമെന്ന് കുവൈറ്റ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അത് ഇന്ത്യൻ എംബസി വഴിയായിരിക്കും അവർ സഹായം കൈമാറുക. വലിയൊരു സഹായം, ഒരു താങ്ങാവും. കാര്യം ആ ഒറ്റപ്പെട്ടു പോയ ആ ഒരു അപകടം പലരിലും ഇന്നും അത് വല്ലാത്ത ഒരു നീറുന്ന ഒരു പ്രശ്നമായി പല കുടുംബങ്ങളും നിൽക്കുന്നു. അപ്പോൾ അത്തരം സഹായം വന്നതായി അറിയുന്നു. അതൊരു വലിയൊരു സഹായമാവുന്നു. കുടുംബങ്ങൾക്കും അതൊരു സഹായമായിരിക്കും. മറ്റൊരു കോള്. ഹലോ, വാർത്താ പെരുമഴയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? നമസ്കാരം, എന്റെ പേര് ഗോപകുമാർ. ഞാൻ വെഞ്ഞാറമൂട് നിന്ന് വിളിക്കും. പറയണം. ഞാനേ ഈ നമ്മുടെ ഒരു പൊതുകാര്യ പ്രസക്തിയുള്ള ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത്. പറയൂ. നമ്മളെ നാവായിക്കുളം വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയായിട്ട് വിഴിഞ്ഞത്ത് നിന്ന് നാവായിക്കുളത്തേക്ക് ഒരു റിംഗ് റോഡ് വരുന്നുണ്ട്. അതെ, പ്രഖ്യാപനം വന്നു. പ്രഖ്യാപനം വന്നു. അതിന് ശേഷം സ്ഥലങ്ങള് സ്പെഷ്യൽ തഹസിൽദാരെയൊക്കെ വെച്ച് പിന്നെ പലരുടെ ഈ വില്ലേജ് കടന്നു പോകുന്ന വില്ലേജിലുള്ള എല്ലാവരുടെയും പ്രമാണങ്ങളൊക്കെ വാങ്ങി വെച്ചതല്ലാതെ ഇപ്പൊ ഈ കഴിഞ്ഞ 1 വർഷമായി പൈസയൊക്കെ കൊടുക്കും, ധനസഹായങ്ങളൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പം ഏകദേശം ഒരു നെടുമങ്ങാട് താലൂക്ക് പിന്നെ ചിറയിൻകീഴ്
ആറ്റിങ്ങൽ ഇങ്ങനെ തുടങ്ങിയ 2-3 താലൂക്കിലുള്ള ജനങ്ങൾ ഇതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാര്യം പ്രവാഹം തിരിച്ചു കിട്ടുന്നില്ല. ഈ പദ്ധതി ഏതുവരെ ആയി എന്നതിനെ കുറിച്ച് ഇതുവരെയും ഒരു വിവരവും ഇല്ല. ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു വിവരമില്ല. ഈ ഭൂ ഉടമകൾക്ക്. അപ്പം ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് സംസ്ഥാന സർക്കാർ അതിന്റെ വിഹിതം കൊടുത്തില്ല എന്നാണ് നമ്മൾ തിരക്കിയപ്പോഴൊക്കെ അതിന്റെ GST മറ്റുള്ള റോയൽറ്റിയും കൊടുക്കുന്നില്ല എന്നാണ്, അതുകൊണ്ടാണ് വൈകുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അത് എന്താണെന്ന് അതിനെ കുറിച്ച് ഒരു ഇതാണുള്ളത്. അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായും ഞാനൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞോട്ടെ. അപ്പോൾ ഈ നാവായിക്കുളം വിഴിഞ്ഞം നാവായിക്കുളം ഈ ഭാഗത്ത് റിംഗ് റോഡ് ഇത് സംബന്ധിച്ച് സാധ്യതാ പഠനം സർക്കാർ നടത്തി. അതിന് ഈ താങ്കൾ പറഞ്ഞതുപോലെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുടെ സ്പെഷ്യൽ തഹസിൽദാരെ നിയമിച്ചു. അവർ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായി പ്രമാണ പരിശോധന മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. അതിൽ ഫണ്ടിൻ്റെ പ്രശ്നം, ഞങ്ങൾ ഈ ന്യൂസുമായി ബന്ധപ്പെട്ട് ഒത്തിരി ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നിന്ന ഒരു ടീമായതുകൊണ്ട് പറയുക, സർക്കാരിൻ്റെ മുന്നിലുള്ളൊരു പ്രശ്നം ഫണ്ട് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കിഫ്ബി പോലുള്ള സർക്കാരിൻ്റെ സംവിധാനങ്ങളിലൂടെയാണ് ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ, റോഡുകൾ അല്ലെങ്കിൽ മറ്റു വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നത്. ഇപ്പോൾ ഫണ്ടിൻ്റെ അപര്യാപ്തതയാണെന്ന് നമ്മുടെ ന്യൂസ് സംഘത്തോട് പൊതുമരാമത്ത് വകുപ്പിൻ്റെയും സർക്കാരിൻ്റെ ഏകോപിപ്പിക്കുന്ന വിവിധ വകുപ്പുകളുടെയൊക്കെ മറുപടി നമുക്ക് ലഭിച്ചത്. അത് സംബന്ധിച്ചുള്ള വാർത്താശേഖരണത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ താങ്കൾ ഉന്നയിച്ച ഈ ഒരു ആശങ്കയും ഈ ഒരു കാര്യം, ഈ പ്രമാണങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിങ്ങനെ കാലങ്ങൾ നീണ്ടുപോകുന്നത് ഓരോ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന തരത്തിലോട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, ശരി. ഈ വിഷയം എന്ന് പറയുമ്പോൾ ഇത് 2 കാര്യങ്ങളാണ്. ഇത് സർക്കാരിന്റെ ഈ ഭാരത്മാല പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്ന് അത് അസാധുവായി എന്നും പറയുന്നു. അപ്പൊ ഈ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ വസ്തു കൊടുക്കാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടാനോ ഒന്നും ഉള്ള സാധ്യത നിലവിലെ സംവിധാന പ്രകാരം നടക്കുന്നില്ല. ഇല്ല, അത് സ്വാഭാവികം. ഒരു സർക്കാർ ഏറ്റെടുക്കുന്ന ഒരു ഭൂമി പരിശോധന നടക്കുന്ന സമയത്ത് പിന്നെ അതൊക്കെ നോട്ടിഫിക്കേഷനിലായി കഴിഞ്ഞു. പിന്നെ അവർക്കിത് വിൽക്കാനോ, പല കുടുംബങ്ങളും നമ്മളുമായി പങ്കുവെച്ചത് കുട്ടികളുടെ പഠനം, മക്കളുടെ വിവാഹം, ഇത് സംബന്ധിച്ച പല പ്രശ്നങ്ങളിലും അവർ ആശങ്കാകുലരാണ്. അത്തരം പരാതികൾ നമ്മുടെ മുന്നിൽ അനവധിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏജൻസികളെ, സർക്കാർ ഏജൻസികളെ, അധികൃതരെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്തുടനെ കൊണ്ടുവരും. അറിയേണ്ടത് ഒരു കാര്യമാണ്, ഈ പദ്ധതി നടക്കുമോ ഇല്ലയോ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അവസാന ഇതിലാണ് നമ്മൾ ന്യൂസിന്റെ ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഉടനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പറിൽ ഞങ്ങളിത് കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും അവർക്ക് മറുപടി നമ്മൾ നൽകും. ഓക്കെ, ശരി ശരി. മറ്റെന്തുണ്ട് പ്രധാന വാർത്തകൾ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യുവാവിന് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു എന്നാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോ അടുത്തിടെയായിട്ട് ഒരുപാട് പരാതികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അപസ്മാര രോഗിയായ ഒരാളെ അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗം ശക്തമായി മർദ്ദിച്ചതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പലരും പല സോഷ്യൽ മീഡിയാസിലൊക്കെ പ്രചരിപ്പിച്ച് അത്തരം കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, നമ്മുടെ തന്നെ മാധ്യമങ്ങളിൽ നമ്മൾ നൽകിയ വാർത്തയുമാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥ വിഭാഗം ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വീഴ്ച, പരാതികൾ, ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ്, സാധാരണക്കാരായ പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അതിനെക്കുറിച്ച് വലിയ പരാതികൾ, ആശങ്കകളും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊന്നും പുറം ലോകം അറിയിക്കാതിരിക്കാൻ ശക്തമായ ഒരു വിങ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായും കാണുന്നുണ്ട്. നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. ഹലോ, വാർത്താ പരിമളയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ, എന്റെ പേര് ദീപ്തി എന്നാണ്. ഞാൻ വിളിക്കുന്നത് എന്റെ വട്ടപ്പാറ പ്രശാന്ത് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ അച്ഛൻ, അച്ഛന്റെ പേര് പ്രഭാകരൻ എന്നാണ്. പുള്ളിക്കാരൻ ഒരു 4 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു.
എവിടെയാ വാങ്ങിച്ചത്? കല്ലയം വട്ടപ്പാറ റോഡിൽ പ്രശാന്തി നഗർ എന്ന് പറയും. ഓക്കെ, വട്ടപ്പാറ പ്രശാന്തി നഗർ. ആയിക്കോട്ടെ. ആ സ്ഥലത്ത് ഒരു ചെറിയ വീടാണ്, ചെറിയ ഇടവഴിയുള്ള വീടാണ്. റോഡിൽ നിന്ന് കുറച്ച് മാറുമ്പോൾ ചെറിയൊരു ഇടവഴിയിലുള്ള വീടാണ്. അപ്പൊ അങ്ങോട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കണം. അപ്പൊ അതിന് തൊട്ടടുത്ത് പോസ്റ്റ് ഉണ്ട്. അപ്പൊ ആ പോസ്റ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി താഴോട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അവരുടെ കൺസെന്റ് ഇല്ലാതെ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് വിട്ടു. പിന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ വരുമ്പോ പുതിയ പോസ്റ്റ് ഇടണോന്ന് പറഞ്ഞു. അപ്പൊ പുതിയ പോസ്റ്റ് ഇടാൻ വേണ്ടിട്ട് ഇലക്ട്രിസിറ്റിയിലെല്ലാം കൊടുത്തു. അവർ വന്നു, ഇലക്ട്രിസിറ്റിക്കാർ വന്നു. പോസ്റ്റ് ഇടാനായിട്ട് ഇന്നലെ ശ്രമിച്ചപ്പോ അവിടെയുള്ള അടുത്ത വീട്ടുകാര്, 2 വീട്ടുകാര് അവിടെ ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നമായി. അപ്പം ഞങ്ങൾക്ക് കറണ്ട് കിട്ടാനായിട്ട് ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പൊ ഈ പോസ്റ്റ് ഇടാൻ വരുന്ന സംഘം നിങ്ങൾക്ക് എന്താണ് മറുപടി നിങ്ങൾക്ക് നൽകിയത്? അവര് അത് നമ്മളടുത്ത് പറഞ്ഞ പോലീസിൽ കേസ് കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അച്ഛൻ കേസ് കൊടുക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പം അത് അവരെ തന്നെ അവിടെ നിന്ന് എഞ്ചിനീയർ തന്നെയാണ് പറഞ്ഞത്, KCB പറഞ്ഞത്. എന്തായാലും നിങ്ങള് CAക്ക് ഒരു പരാതി കൊടുക്ക് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കംപ്ലൈന്റ് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. അല്ല, അതിനകത്ത് ചെയ്യേണ്ടത് മാഡം, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അധികൃതർ നിങ്ങൾക്ക് ആ സഹായം ചെയ്തു തരാൻ വന്നവരാണ്. അവരെ തടസ്സപ്പെടുത്തി വിടുകയാണ് ഈ പറഞ്ഞ നാട്ടുകാർ ചെയ്തിട്ടുള്ളത്. അപ്പം അവര് ആ ഉദ്യോഗസ്ഥർ, ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വൈദ്യുതി വകുപ്പിലെ അധികാരികൾ ഞങ്ങൾക്ക് വലിയൊരു സഹായം ചെയ്തു നൽകാൻ വന്നപ്പോൾ അവരെ തടസ്സപ്പെടുത്തിയതിൻ്റെ പേരിൽ നിങ്ങളൊരു കംപ്ലൈൻറ്റ്, പ്രൈവറ്റ് കംപ്ലൈൻറ്റ് പോലീസിന് നൽകുക. അപ്പോൾ ആ പരാതിക്ക് എന്തായാലും ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായൊരു നിലപാട് അവരുണ്ടാക്കും. അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പരാതിയുടെ കോപ്പിയും കൂടെ വെച്ചിട്ട് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണം. ആ പരാതി കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന ഇടപെടൽ അതിൽ നടത്താൻ കഴിയും. തീർച്ചയായിട്ടും ഇതിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയോ വൈദ്യുതി വകുപ്പ് മന്ത്രിയോ ബന്ധപ്പെട്ട് ഇത്തരം കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഈ രീതിയിൽ ചെയ്യുക. ഓക്കെ, ആയിക്കോട്ടെ, ശരി. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കാര്യം ഈ വൈദ്യുതി വകുപ്പ് പാവപ്പെട്ട 2 സെന്റിലും 1 സെന്റിലുമൊക്കെ ഒരു ചെറിയ ഏറുമാടം വെച്ച് കെട്ടിക്കിടക്കുന്നവർക്ക് സമീപ പ്രദേശത്തുള്ളവരുടെ കൺസെന്റ് ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. ഞാൻ ഓർക്കുന്നു, MM മണി മന്ത്രിയായിരുന്ന ഒരു സമയം അദ്ദേഹത്തിൻ്റെ ഈ തലസ്ഥാനത്തെ ഒരു പ്രദേശത്ത് ഇതുപോലെ ജനങ്ങൾ സംഘടിച്ചൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരാൾക്കൊരു വീട് വെച്ചു കൊടുത്തു. ആ വീട്ടിൽ കറണ്ട് കൊടുക്കാൻ പരിസരവാസികൾ സമ്മതിച്ചില്ല. അപ്പോൾ അവർ പരാതിയുമായി നമ്മുടെ മുന്നിലെത്തുന്നു, നമ്മൾ അതിൽ വേണ്ട ഇടപെടൽ നടത്തുന്നു. അന്ന് MM മണി വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവരുടെ കയ്യിൽ പരാതി വരുന്നു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മണി സാറിൻ്റെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ സാർ വളരെ രസകരമായി ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ചോദിച്ചു, ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് വഴി? അത് മുകളിൽ നിന്നും ലൈന് വലിക്കാൻ കൺസെൻറ്റ് സമീപവാസി തരുന്നില്ല. അപ്പോൾ മണി പറഞ്ഞത്, എങ്കിൽ പിന്നെ അടിയിൽ കൂടെ വലിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അത് വളരെ രസകരമായി തോന്നിയെങ്കിലും അങ്ങനെ നൽകാൻ പറ്റാത്തവർക്ക് ലൈൻ പൈപ്പ് വഴി അവരുടെ വീട്ടിലേക്ക് നൽകുന്ന പദ്ധതി ഇപ്പം നിലവിലുണ്ട്. ഇവരുടെ ഭാഗത്തിലും അത്തരം നടപടി വേണ്ടി വരും. അതൊരു വലിയൊരു നിഷേധിക്കുന്നത്, പാവപ്പെട്ട ആൾക്കാർക്ക് വൈദ്യുതി നൽകുന്നത് നിഷേധിക്കുക, അതും സ്വകാര്യമായിട്ടുള്ള അവരുടെ എന്തെങ്കിലും വഴക്ക്, ആ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. അല്ല, ഇത്തരം ഇതിൽ ശക്തമായ ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിന് സപ്പോർട്ടീവായി കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ധർമ്മം. മറ്റൊന്നുണ്ട്, നമ്മുടെ ഇന്നത്തെ സമയം സമയമായി 11 മണിയോട് അടുത്തു. ഇനിയും നിങ്ങളുടെ പരാതികളും പരിഭവങ്ങളുമായി ഞങ്ങളെ വിളിക്കുക. ഇത്തരം പരാതികളും പരിഭവങ്ങളും പരിഹരിക്കാൻ VMTVയുടെ വാർത്താ പെരുമഴ സംഘം നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്നും രാവിലെ 10 മണി മുതൽ 11 മണി വരെയാണ് 1 മണിക്കൂർ നീളുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ പരാതികൾ വിളിച്ചറിയിക്കാം. അറിയിക്കേണ്ട നമ്പർ 80 86 48 16 64. എന്തായാലും ഇന്ന് ഒരുപാട് പരാതികളും പരിഭവങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പരിപാടിയിലൂടെ നമുക്ക് കേൾക്കാനും അറിയാനും കഴിഞ്ഞത്. എന്തായാലും അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.